അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ മഖാമിലേക്ക്, ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ 7 സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിങ്ങൾക്ക് രോഗമുണ്ടോ, മാറാ രോഗമുണ്ടോ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരാണോ, കടങ്ങൾ ഉണ്ടോ, എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് വിവാഹം ശരിയാകുന്നില്ലേ, എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. അങ്ങനെ വിവാഹം ശരിയാകാത്തവരൊക്കെ ഈ മഹാൻ്റെ പേരിൽ 7 സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക നേർച്ചയാക്കുക. അതുപോലെ എത്രയോ സഹോദര സഹോദരിമാരുണ്ട്, വിവാഹം കഴിഞ്ഞ് സന്താനങ്ങൾ ജനിക്കാതെ പ്രയാസപ്പെടുന്നവർ, കണ്ണീരോടുകൂടി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് വർഷങ്ങളായിട്ട്. അതുപോലെ സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, വീടിൻ്റെ പണി പൂർത്തിയാകാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. സിഹർ ബാധിച്ച എത്രയോ ആളുകളുണ്ട്. നാക്കേറ്, കണ്ണേറ്, അസൂയാലുക്കളുടെ അസൂയ, ശത്രുശല്യം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാണ് ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതിയാൽ. മാത്രമല്ല, കഴിയുമെങ്കിൽ നിങ്ങൾ ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക നേർച്ചയാക്കുക. പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയാവുന്ന ഒരു മക്കാമാണ് വയനാട് ചുരത്തിന് താഴെ താമരശ്ശേരി സ്ഥിതി ചെയ്യുന്ന ഒടുങ്ങാക്കാട് മക്കാം. ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ ജനിച്ചത് ഡൽഹിയിലായിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലെ വാരമ്പറ്റയിൽ ഒരു സയ്യിദ് കുടുംബം എത്തി. വാരമ്പറ്റ മക്കാമിൽ അന്തിയുറങ്ങുന്ന സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങളാണ് പ്രസ്തുത കുടുംബത്തിൻ്റെ നാഥൻ. ഇവരുടെ രണ്ടാമത്തെ പുത്രനായ സയ്യിദ് ഹുസൈൻ ദില്ലിയാണ് ഒടുങ്ങാക്കാട് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. തങ്ങളുടെ കുടുംബം ആദ്യമായി ഈ പ്രദേശത്ത് വന്നപ്പോൾ തങ്ങളുടെ കുടുംബം താമസമാക്കിയത് വാരാമ്പറ്റ പൊന്നാണ്ടി ആലിക്കുട്ടിയുടെ വീട്ടിലായിരുന്നു. സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടാതെ അവർക്ക് മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ഒരു മകൻ കക്കോടിക്കടുത്ത ചെലപ്പുറത്തെ സുന്നി മസ്ജിദിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. എന്നാൽ മക്കളായ ഒടുങ്ങാക്കാടും ചിലപ്പുറത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ 2 മക്കളും വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ച 3ാമത്തെ സഹോദരൻ്റെ മകളാണ് മഹദി അസീസ ബീവി റളിയല്ലാഹു അൻഹ. മഹദി അന്ത്യവിശ്രമം കൊള്ളുന്നത് വയനാട് ജില്ലയിലെ കാരമ്പാടി എന്ന സ്ഥലത്താണ്. സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വയനാട്ടിൽ വരുന്ന കാലത്ത് തന്നെ തികഞ്ഞ മജ്ദൂബായിരുന്നു. മക്കൾ പിന്നീട് മാറി താമസിക്കാനായിട്ട് മാതാപിതാക്കളിൽ നിന്നും പിരിഞ്ഞു പോയപ്പോൾ ഹുസൈൻ തങ്ങളും ഇബാദത്ത് ലക്ഷ്യമാക്കി മാതാപിതാക്കളിൽ നിന്നും പിരിഞ്ഞുപോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. പിന്നീട് ഒരിക്കൽ തൻ്റെ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് വാരമ്പാടിയിൽ വന്നപ്പോൾ തൻ്റെ പിതാവ് കാപ്പി കൃഷിയിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്ത് കോരിച്ചൊരിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ മകൻ ബാപ്പയോട് കൃഷിയെപ്പറ്റി തിരക്കി. ആ സമയത്ത് ബാപ്പ പറയുകയാണ്, ഹലാലായ കൃഷിക്ക് എന്താണ് വിരോധം, എന്താണ് അതിന് തെറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ദുനിയാവിൻ്റെ കാര്യങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത മകനായ ഹുസൈൻ തങ്ങൾ പറയുകയാണ്, വലിയ ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ബാപ്പ നിങ്ങളുടെ കൃഷി തീ പിടിച്ച് നശിച്ചു പോകട്ടെ എന്ന്. ഉടൻ തന്നെ മകനായ ഹുസൈൻ തങ്ങളുടെ ആ വാക്ക് റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും ആ കോരിച്ചൊരിഞ്ഞ മഴയിൽ തന്നെ ഒരു കാട്ടുതീ വരികയും ബാപ്പയുടെ കൃഷിയെല്ലാം കത്തി നശിച്ചു പോവുകയും ചെയ്തു. ഇത് കണ്ട പിതാവ് പറയുകയാണ്, മകനെ നിനക്ക് ഈ കാട്ടിൽ തന്നെ താമസിക്കുകയാണ് ഉത്തമം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ മഹാനായ ഹുസൈൻ തങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നീട് വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷം മഹാനായ ഹുസൈൻ തങ്ങളുടെ ജനാസ ഇടതൂർന്ന ഒടുങ്ങാക്കാട്ടിൽ നിന്നും കണ്ടെത്തി. അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ
മഹാനായ ഹുസൈൻ തങ്ങളെ അവിടെ കബറടക്കി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞൂട്ടി ആലി എന്നൊരു മനുഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? അവിടെ ഒരു മക്ബറ നിർമ്മിക്കണം എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ജനതാമസമോ വികസനമോ ഇല്ലാത്ത ഒരു കാനല നാടായിരുന്നു ഒടുങ്ങാക്കാട്. ഒരിക്കൽ കാറ്റും മഴയുമുള്ള ഒരു രാത്രി മക്ബറയിൽ വിളക്ക് കത്തിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൂട്ടി ആലി എന്ന ആ പ്രമുഖനായ മനുഷ്യനോട് കൽപ്പിച്ചു. അത് കേട്ട് അനുസരിച്ച് പ്രവർത്തിച്ച കുഞ്ഞൂട്ടി ആലി എന്ന ആ മനുഷ്യൻ വീട്ടിൽ ചെന്ന് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിച്ചത്, ഞാൻ മക്ബറയിൽ കത്തിച്ചു വെച്ച ആ വിളക്ക് അണയുമോ? കാറ്റും മഴയുമാണല്ലോ നടക്കുന്നത് എന്നായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പുലർച്ചെ കുഞ്ഞൂട്ടി ആലി എന്ന ആ മനുഷ്യൻ മക്ബറയിൽ ചെന്ന് നോക്കുമ്പോൾ വിളക്ക് അണയാതെ കത്തിജ്വലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രക്കും വലിയ അപാരമായ കാറ്റും മഴയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ആ വിളക്ക് അണഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട് ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇത് ആ മഹാൻ്റെ വലിയൊരു കറാമത്തായിരുന്നു. ഇങ്ങനെ ഒരുപാട് കറാമത്തുകളുള്ള ഒരു മഹാനാണ് വയനാട് ചുരത്തിന് താഴെ താമരശ്ശേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. തുടർന്നാണ് പിന്നീട് ഒടുങ്ങാക്കാട്ടിൽ മക്ബറ സ്ഥാപിക്കപ്പെടുന്നത്. കോട്ടയം തമ്പുരാക്കന്മാരുടെ കൈവശത്തിൽപ്പെട്ട സ്ഥലം കുഞ്ഞൂട്ടി ആലി കുടുംബം വാങ്ങുകയും പിന്നീട് 1948-51 കാലഘട്ടത്തിൽ പള്ളി പുതുക്കി പണിയുകയും കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മഖാം ആയിരക്കണക്കിന് ആളുകളുടെ അഭയ കേന്ദ്രമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ മഖാം. ദിവസവും ഈ മഖാമിൻ്റെ അരികിലൂടെ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ അവിടെ നിർത്തി ഈ മഖാമിലേക്ക് നേർച്ച ചെയ്തിട്ടാണ് അതുവഴി യാത്ര ചെയ്യുന്നത്. ഈ മഖാമിൽ നേർച്ചയാക്കിക്കൊണ്ട് വയനാട്ടിലേക്കുള്ള ചുരം കയറിയാൽ ആ യാത്ര അവസാനിക്കുന്നത് വരെ ഒരു അപകടവും ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസികളുടെ ഒരു ധൈര്യം. അതുകൊണ്ട് തന്നെ ഇതുവരെ ആ മഖാമിൽ നേർച്ചയാക്കിയ ആരും തന്നെ ആ ചുരം കയറിയിട്ട് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. സിഹിർ പോലത്തെ മാരണങ്ങൾക്ക് ഈ മഖാമിലേക്ക് നേർച്ചയാക്കിയാൽ വലിയ ഫലമുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അതിനുവേണ്ടി ഈ മഖാമിലേക്ക് നേർച്ചയാക്കേണ്ടത് കൈക്കോട്ട്, പിക്കാസ്, ചുവന്ന പട്ട്, പരുത്തി, കോഴിമുട്ട, ചേന എന്നിവയൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നേർച്ചയാക്കിയാൽ എത്ര വലിയ സിഹറും വളരെ വേഗത്തിൽ ബാത്തിലാകും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഹഖ് ബറക്കത്ത് കൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ മഖാമിലേക്കാണ് 7 സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതേണ്ടത്. അതായത് നിങ്ങളുടെ എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും മാത്രമല്ല സിഹ്ർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഈ മഖാമിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക നിങ്ങൾ നേർച്ചയാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയതൊരു 7 സൂറത്തുൽ ഫാത്തിഹ ഈ മഖാമിലേക്ക് നേർച്ചയാക്കി ഓതുക. കഴിയുന്നവരൊക്കെ വയനാട് ചുരം തുടങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് താമരശ്ശേരി ഒടുങ്ങാക്കാട് ഈ മഖാമിൽ ചെന്ന് നിങ്ങൾ സിയാറത്ത് ചെയ്യുക. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് അവിടെ ചെന്നപ്പോൾ പലരും പറയപ്പെട്ടു. ഇനി അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒന്നാണ് ഒരു 7 സൂറത്തുൽ ഫാത്തിഹ ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറിക്കിട്ടും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും സാമ്പത്തിക പ്രയാസങ്ങളെ തൊട്ടും മറ്റു എല്ലാ പ്രതിസന്ധികളെ തൊട്ടും നാം എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.